സിറ്റിയിൽ ഇറങ്ങിന്ന ആഹാ ചേട്ടാ, അതൊരു പ്രാങ്ക് കോളല്ല, അത് ഒറിജിനല്ല. അത് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ ഞാനും വന്നത്. ചുമ്മാതല്ലേ പോലീസുകാർ ഞാൻ മഞ്ഞ വഴിക്ക് പോകേണ്ടത്. ഞാൻ കണ്ടിട്ട് ഇപ്പൊ കുറച്ചു നേരമായി. ഞാൻ അവിടെ നിന്ന് ഇവിടെ മഞ്ഞ സമയം കൊണ്ട് ആ സാധനം സിറ്റിയിലേക്ക് പോയാ. ഓ നോ, നമുക്ക് എത്ര വേണ്ടത് അങ്ങോട്ടേക്ക് പോവാം. ചേട്ടാ ഞാനും വരട്ടെ കൂടി. എന്തോ തന്നെ കൂടി കൊണ്ടുപോകാനാണ്. ഞങ്ങൾ ടൂർ പോവല്ല, തന്നെ കൂടി കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഏടാ വണ്ടി പോലീസുകാർ അങ്ങോട്ടല്ലേ പോയത്. അവരുടെ പുറകെ നമ്മളെന്തിനാ അതിന്റെ പുറകെ പോണത്? അത് അവര് നോക്കിക്കോളൂലേ. അല്ലെ തന്നെ അതിന്റെ ഫ്രണ്ട് എന്നിട്ട് എന്റെ കയ്യും കാലും വിറച്ചു പോയി. അത്ര വലുതായിരുന്നത്. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അതിന്റെ മേത്ത് കുളത്ത് പോലും ഇല്ല. പക്ഷെ ആ മിലിറ്ററിക്കാരും ജയന്റ് ജീവിയും തമ്മിലുള്ള യുദ്ധം നമുക്ക് കാണാലോ. വിട് ഫ്രാങ്ക് ബൈ വണ്ടി അങ്ങോട്ട്. മര്യാദക്ക് ജീവിച്ചു പോകാൻ സമ്മതിക്കില്ലേ നീ? ഓക്കെ എന്നാ വാ, നേരെ സിറ്റിയിലേക്ക് പോവാം. എവിടെയാണ് ആ ജയന്റ് ഉള്ള അങ്ങോട്ടേക്ക്. സോൾജേഴ്സ്, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. വേഗം പീരങ്കി വിളിച്ചു വരാൻ പറ. ഓക്കെ, നമ്മളങ്ങനെ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മറ്റു സാധനം ഉണ്ടെന്നുള്ള സത്യ. പക്ഷെ സിറ്റിയിലേക്ക് വന്നുള്ളത് ഒരു പ്രാങ്ക് ആണോ? ആൾക്കാർ ഇതുവഴി ഓടണം. സിറ്റിയിലുള്ളത് സത്യ. ഇവിടെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഒരു കാരണമില്ലാതെ എന്റെ സിറ്റി ഒന്ന് നശിപ്പിക്കും. വണ്ടി കുറച്ച് കറക്കി കൊണ്ടുവരാം. എവിടെയെന്നാ നമ്മൾ അറ്റാക്ക് ചെയ്താലും ആൾക്കാരെല്ലാം ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. മോളി അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുക. ആ മാരക ആയുധങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കിവിടുന്ന് പോവാം. എങ്ങനെയൊക്കെയോ വെടിയും പുകയും താണ്ടി തിരിച്ച് നമ്മൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണേ? നമ്മുടെ ലോസ് ആൻഡോസിൽ ഇങ്ങനെ ഒരു യുദ്ധം, അതും വൂൾ മിലിറ്ററി എല്ലാം ചേർന്നിട്ടും ആ ഒരു ജയന്റിന് ഒന്നും പറ്റുന്ന പോലില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ട് നമ്മുടെ സിറ്റിനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. തീമി ഫ്രാങ്ക്ലിനെ അതിങ്ങനെ നമ്മളെ നമ്മുടെ വീടിനെ ചെയ്യൂടാ.